ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC വിദ്യാർത്ഥികൾക്ക് IT പരീക്ഷ അവസാനിച്ചു. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു മനസ്സമാധാനമായിട്ടുണ്ടാകും. കാരണം ഒരു പരീക്ഷ കഴിഞ്ഞല്ലോ, ഇത്തിരി പേടിയോടെ കണ്ടിരുന്ന ഒരു എക്സാം കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഈ IT എക്സാം നൽകുന്ന ചില നല്ല വാർത്തകളെക്കുറിച്ചിട്ടും പ്രതീക്ഷകളെക്കുറിച്ചിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പരീക്ഷ കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. സോ വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു വർഷത്തെ SSC പരീക്ഷ അടുക്കുന്തോറും കുട്ടികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക ഈ തവണ ചോദ്യപേപ്പറുകളൊക്കെ ബുദ്ധിമുട്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പരീക്ഷ ഭയങ്കര ടഫാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു, ചിന്തയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം IT എക്സാം വരുന്നത്. ഈ IT എക്സാം വരുമ്പോൾ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെയും കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നു. പുതിയ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളുമൊക്കെ IT സിലബസിലേക്ക് വരുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ IT എക്സാം ബുദ്ധിമുട്ടിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കുട്ടികൾ IT എക്സാമിന് പോയത്. പക്ഷേ ഈ തവണത്തെ IT ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിലുള്ളതിനേക്കാൾ സിമ്പിളായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം കുട്ടികൾക്ക് അധികം എഫർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ടയോ ഒന്നും കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളായിട്ടായിരുന്നു ഇത്തവണ IT പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പഠിക്കാനുള്ളത് കുറേ ഉണ്ടായിരുന്നെങ്കിലും ചോദ്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കുട്ടികളും ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ തിയറി ചില കുട്ടികൾ പറയുന്നുണ്ട് ബുദ്ധിമുട്ടായിരുന്നു, കുറേ കുട്ടികൾ ബുദ്ധിമുട്ടായിരുന്നു പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തിയറി ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതല്ല. സത്യത്തിൽ തിയറി വേണ്ട രീതിയിൽ കുട്ടികൾ പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. തിയറി പാഠപുസ്തകത്തിലുള്ള ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തിയറി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടും കാര്യമായിട്ടത് പഠിക്കാത്തത് കൊണ്ടുമാണ് പല കുട്ടികളും ബുദ്ധിമുട്ടായി തോന്നിയത്. ഈ പരീക്ഷ നൽകുന്ന ശുഭസൂചന എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. നമ്മൾ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ പേടിക്കുന്ന പോലെ വലിയ രീതിയിൽ എക്സാം ബുദ്ധിമുട്ടാവാനുള്ളൊരു പദ്ധതിയൊന്നും വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്ന് തോന്നുന്നില്ല. കുട്ടികൾക്ക് സാധാരണ എങ്ങനെയാണോ പരീക്ഷ നടത്തുന്നത് അതേപോലെ തന്നെ നടത്താനേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുള്ളൂ. അല്ലാതെ ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ടിച്ച് A+ എണ്ണം വല്ലാതെ കുറയ്ക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ആദ്യ പരീക്ഷ കഴിയുമ്പോൾ തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും IT എക്സാമിലും അത് കാണേണ്ടതായിരുന്നു അല്ലേ. IT എക്സാമിൽ അങ്ങനെ ഒരു നിലപാടേ എടുത്തിട്ടില്ല. IT എക്സാം മാക്സിമം കുട്ടികൾക്ക് കൂടി വളരെ കംഫർട്ടബിളായിട്ട് എഴുതുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും വലിയ സൂചന, നമ്മൾ പേടിക്കുന്ന അത്ര വലിയ സംഭവമൊന്നും ഇല്ല എന്ന് വെച്ച് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ തിയറി എക്സാം എഴുതിയപ്പോൾ സംഭവിച്ചു അത് സംഭവിക്കും. IT തിയറി കാര്യം ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും വന്നതെങ്കിലും പല കുട്ടികളും ബുദ്ധിമുട്ടാൻ കാരണം എന്താ, അത് പഠിച്ചിട്ടില്ല. അത് തന്നെ SSC പരീക്ഷയിൽ സംഭവിക്കും. എക്സാം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത്ര ബുദ്ധിമുട്ടൊന്നും ആയിക്കൊള്ളുന്നില്ല, ആവുമോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതുവരെയുള്ളൊരു സൂചന വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷയൊന്നും ആയിരിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു കുട്ടികൾക്ക് ഒരാശങ്കയും വേണ്ട എന്നൊക്കെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഠിക്കാതെ മാർക്ക് കിട്ടാനുള്ള ഒന്നും ഈ പരീക്ഷയിൽ ഉണ്ടാവില്ല എന്ന ഒരു കാര്യം കൂടി ഓർക്കുക. സോ പരീക്ഷ സാധാരണ നടക്കും പോലെയായിരിക്കും. പഠിച്ചിട്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. പഠിക്കാതെ പോയിട്ട് എക്സാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. സോ IT പരീക്ഷ നൽകുന്നത് നല്ല വാർത്തയാണ്, ശുഭസൂചനയാണ്. താങ്ക് യു.